വെൽക്കം ടു അവർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലോക കരൾ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 19. കേന്ദ്ര ആയുഷ് മന്ത്രി ആരാണ്? ഉത്തരം പ്രതാപ് റാവു ജാദവ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം വള്ളക്കടവ്, തിരുവനന്തപുരം. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത്? ഉത്തരം പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന. സ്വതന്ത്ര ഇന്ത്യയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്നത് എവിടെയാണ്? ഉത്തരം ബംഗാൾ, 92.72%. കാലാവസ്ഥ, വായു മലിനീകരണം എന്നിവ നിരീക്ഷിക്കാനും പഠിക്കാനും ലക്ഷ്യമിട്ട് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏത്? ഉത്തരം G20 ഉപഗ്രഹം. 2026 ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹി. മോഷ്ടിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്ത ഫോൺ കണ്ടെത്താനുള്ള കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ സംവിധാനം ഏത്? ഉത്തരം സഞ്ചാർ സാധി. ജിയോ ട്യൂബ് ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി കടൽത്തീര സംരക്ഷണ പദ്ധതി നടപ്പിലാക്കിയത് എവിടെ? ഉത്തരം പൂന്തുറ. ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പ്, ഊബർ കപ്പ് വേദി എവിടെയാണ്? ഉത്തരം ഡെൻമാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ല ഏത്? ഉത്തരം വയനാട്. ലോക കയ്യെഴുത്ത് ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ഇന്ത്യയിൽ പണസമ്പാദനം ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ മണി ഗെയിമുകൾക്കുള്ള നിരോധനം നിലവിൽ വരുന്നത് എന്നു മുതലാണ്? ഉത്തരം 2026 മെയ് 1 മുതൽ. 3 ടീമുകൾ ഒരേ സമയം ഒരു ഗ്രൗണ്ടിൽ പരസ്പരം മത്സരിക്കുന്ന ഫുട്ബോളിൻ്റെ പേര് എന്ത്? ഉത്തരം ഒമേഗ ബോൾ. ദി ക്യൂരിയസ് ആൻഡ് ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് നരവനെ. ചൊവ്വയിൽ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയ നാസയുടെ റോവർ ഏത്? ഉത്തരം ക്യൂരിയോസിറ്റി. സുരക്ഷാ സേനകൾക്ക് തത്സമയ വിവരങ്ങൾ അവലോകനം ചെയ്ത് തീരുമാനം എടുക്കുന്നതിനായി DRDO വികസിപ്പിച്ച സംവിധാനം ഏത്? ഉത്തരം പ്രജ്ഞ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദി എവിടെയാണ്? ഉത്തരം ഐച്ചി നഗോയ, ജപ്പാൻ. മൈനിങ് ആൻഡ് ജിയോളജി, തദ്ദേശ ഭരണവകുപ്പ് എന്നിവയിലെ കൈക്കൂലി കണ്ടെത്താനായി 2026 ഏപ്രിലിൽ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഏത്? ഉത്തരം ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. ഗിരീഷ് കർണാട് തിയേറ്റർ സ്മാരക വേദിയുടെ 5ാമത് സാഹിത്യ പുരസ്കാരം നേടിയ നാടക സമാഹാരം ഏത്? ഉത്തരം ലെമാ സബക്താനി. പാമ്പുകളുടെ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് വനം വകുപ്പ് രൂപം നൽകിയ ആപ്പ് ഏത്? ഉത്തരം സർപ്പ് ആപ്പ്. 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ലീ ജെ യങ്. ജപ്പാനിലെ ഒസാക്കയിൽ നടന്ന IBSA ഏഷ്യൻ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. യൂറോപ്യൻ യൂണിയൻ മുൻകൈയെടുത്ത് നടത്തിയ ഗാസ സമാധാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. ഇന്ത്യൻ നാവികസേനയുടെ 10 മാസത്തെ ലോകയാൻ 26 സമുദ്ര പരിശീലന പായ്ക്കപ്പൽ ഏതാണ്? ഉത്തരം INS സുദർശിനി. ഇന്ത്യയുടെ 95ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ താരം ആരാണ്? ഉത്തരം ആരണ്യക് ഘോഷ്.
കോളേജ് പഠനകാലത്ത് മാർക്കസ് എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഒ.വി. വിജയൻ. കൊളംബിയയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഗുസ്താവോ പെട്രോ. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത് രാജ്യസഭയിലെത്തിയ അംഗം ചരിത്രത്തിലാദ്യമായി സഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണിത്? ഉത്തരം ഹരിവംശ് നാരായൺ സിംഗ്. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതനായ മലയാളി ആരാണ്? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ സി.ജെ. ജയചന്ദ്രൻ. 2023 സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഉത്തരം 2026 ഏപ്രിൽ 16. അന്താരാഷ്ട്ര നാണയനിധിയുടെ 2026 ലോക സാമ്പത്തിക വീക്ഷണം അനുസരിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 6. ബ്ലൂംബർഗ് ബില്യണയർ ഇൻഡെക്സിന്റെ 2026 ഏപ്രിൽ റാങ്കിംഗ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ ധനിക വ്യക്തി ആരാണ്? ഉത്തരം ഗൗതം അദാനി. ഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്കാണ് 2026 ഏപ്രിൽ 17 തുടക്കം കുറിച്ചത്? ഉത്തരം ചന്ദ്രശേഖർ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏത്? ഉത്തരം ചൈന. ലോകസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരമാവധി എത്രയാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണ് 2026 ഏപ്രിൽ 16 പാർലമെന്റിൽ അവതരിപ്പിച്ചത്? ഉത്തരം 850. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി ഉള്ള ട്രെയിൻ ഏത്? ഉത്തരം കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ്. ബീഹാറിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം സമ്രാട് ചൗധരി. മാർച്ച് മാസത്തിലെ പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സഞ്ജു സാംസൺ. മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏത്? ഉത്തരം പ്രൈവറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.